നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് വെബ്സൈറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ച് നമുക്കിവിടെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് വാട്ട്സ് ന്യൂ എന്നൊരു സെക്ഷൻ നമുക്കിവിടെ കാണാൻ കഴിയും. നിരവധി നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ കാണാൻ കഴിയും. അതിൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ കാണാം. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞൊരു ലിങ്ക് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ, നേരത്തെ കാണിച്ച ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നമുക്കിവിടെ കാണാം ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ലോഗോയോട് കൂടിയുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണിത്. ഡേറ്റ് 29/6/2021 ജൂൺ 29-നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒഫീഷ്യലായിട്ട് കേരള ഹൈക്കോടതി റിലീസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം റിക്രൂട്ട്മെന്റ് നമ്പർ 1/2021 നെയിം ഓഫ് ദ പോസ്റ്റ് അസിസ്റ്റന്റ് എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടത്തുവാൻ പോകുന്നത്. സ്കെയിൽ ഓഫ് പേ 39,300 മുതൽ 83,000 രൂപ വരെയുള്ള ഒരു സാലറി സ്കെയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നമ്പർ ഓഫ് വാക്കൻസീസ് 55 ഒഴിവുകളാണ് നിലവിൽ ഈ ഒരു അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കുറച്ചുകൂടി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. ഏജ് ലിമിറ്റ് നമുക്കിവിടെ കാണാം 2/1/1985 1/1/2003 ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. ഈ രണ്ട് തീയതികളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കണക്കാക്കുക. പിന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 2/1/1980 1/1/2003 ഇടയിൽ ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. പിന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 2/1/1982 1/1/2003 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഏജ് ലിമിറ്റ് കണക്കാക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി നോട്ടിഫിക്കേഷനിൽ കുറച്ചുകൂടി താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം. ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ഈ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. അതുമല്ലെങ്കിൽ ഡിഗ്രി ഇൻ ലോ നിയമത്തിൽ ബിരുദം കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം, PG ഉള്ളവർക്കും അപേക്ഷിക്കാം, ലോയിൽ ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിൽ നോളജ് ഉണ്ടായിരിക്കണം, അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പ്രത്യേകം എടുത്തു നൽകി. അതൊരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മിനിമം 50% മാർക്ക് എന്തായാലും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് മോഡ് ഓഫ് സെലക്ഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ്, പിന്നെ ഒരു ഇന്റർവ്യൂ. ഈ 3 രീതികളിലായിരിക്കും നിങ്ങളെ സെലക്ട് ചെയ്യുക. അതിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. OMR ആൻസർ ഷീറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് 60 മാർക്കിന്റെ ഒരു എഴുത്തു പരീക്ഷയായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ 75 മിനിറ്റ് ആണ് അതിന്റെ ഡ്യൂറേഷൻ. 3 സെക്ഷനുകളിലായിട്ടാണ് ഈ പറയുന്ന 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അതിൽ ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്നും 50 മാർക്കും അതുപോലെ തന്നെ ജനറൽ നോളജ് വിഭാഗത്തിൽ നിന്ന് 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടായിരിക്കുക. GK എന്ന് പറയുമ്പോൾ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, കേരള, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ജനറൽ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കറന്റ് അഫയേഴ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ജനറൽ നോളജ് സെക്ഷനിൽ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പിന്നീട് ബേസിക് മാത്തമാറ്റിക്സ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. അത്തരത്തിലാണ് 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. ഓരോ ഉത്തരത്തിനും 1 മാർക്ക് വീതമാണ് ലഭിക്കുക. മാത്രമല്ല ഓരോ തെറ്റുത്തരത്തിനും 1/4 കാൽ മാർക്ക് വീതം നിങ്ങൾക്ക് കട്ടാവുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് 60 മിനിറ്റിന്റെ ഡ്യൂറേഷനുള്ള 60 മാർക്കിന്റെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു എഴുത്തു പരീക്ഷയും ഉണ്ടായിരിക്കും. അതിൽ പ്രിസീസ്, അതുപോലെ തന്നെ കോംപ്രഹെൻഷൻ, അതുപോലെ തന്നെ ഷോർട്ട് എസ്സൈസ് തുടങ്ങിയിട്ടുള്ള രീതികളിലായിരിക്കും നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പിന്നെ ഇന്റർവ്യൂവിന് 10 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് മിനിമം 35% മാർക്കെങ്കിലും ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമ്പോൾ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം എടുത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സാമിനേഷന്റെ മീഡിയം ഇംഗ്ലീഷിലായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം എടുത്ത് നൽകിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കുകയില്ല. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദ മീഡിയം ഓഫ് ദ ടെസ്റ്റ് വിൽ ബി ഇംഗ്ലീഷ് എന്നാണ് ഇവിടെ വ്യക്തമായി നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇവിടെ ഒന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്.
ഇനി നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്കൊരു അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. 450 രൂപയാണ് ജനറൽ കാൻഡിഡേറ്റ്സ് അടയ്ക്കേണ്ടത്. SC ST അതുപോലെ തന്നെ അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിനൊന്നും ഈ പറയുന്ന ഫീസ് അടയ്ക്കേണ്ടതില്ല. മറ്റെല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു 450 രൂപ ഫീസ് ഓൺലൈൻ വഴി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഈ ഒരു ഫീസ് അടയ്ക്കാവുന്നതാണ്. ഓഫ്ലൈൻ വഴിയും അടയ്ക്കാം, പക്ഷേ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അടയ്ക്കുന്നത് തന്നെയായിരിക്കും. 450 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നതിനുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ത്രീകൾക്കെല്ലാം അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. SC ST അൺഎംപ്ലോയിഡ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് എന്നിവർക്കാണ് അപേക്ഷാ ഫീസ് ഇല്ലാത്തത്. മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 450 രൂപ ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടി വരും. അത് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും അടയ്ക്കാം, പക്ഷേ ഓൺലൈൻ വഴി അടയ്ക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പം. ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ അതുമല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കാവുന്നതാണ്. ഇനി തൊട്ട് താഴെ എക്സാമിനേഷൻ സെൻറ്ററുകളുടെ ടെസ്റ്റിൻ്റെ സെൻറ്ററുകളുടെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, അതുപോലെ തന്നെ എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലായിരിക്കും എക്സാമിനേഷൻ സെൻറ്റർ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെൻറ്റർ സെലക്ട് ചെയ്യാമെന്നുള്ള കാര്യവും ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് തുടങ്ങിയുള്ള 5 സെൻറ്ററുകളിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ചോയ്സ് ഓഫ് എക്സാമിനേഷൻ സെൻറ്ററിൽ ഒരിക്കലും നിങ്ങൾക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമായി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് സെലക്ട് ചെയ്യുക. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. നേരത്തെ കണ്ട ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ റിക്രൂട്ട്മെന്റ് പോർട്ടലിൽ ആ ഒരു വെബ്സൈറ്റ് വഴി തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അതിൽ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നിവ ലഭിക്കും. അതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് 1ൽ നിങ്ങൾ രജിസ്ട്രേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പാസ്വേഡ് അല്ലെങ്കിൽ ഒരു കീ ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ഒരു പാസ്വേഡ് ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുക. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റെപ്പ് 2ൽ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫൈനൽ സബ്മിഷനും നിങ്ങൾക്ക് ഈ പറയുന്ന ഫീ പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ അപേക്ഷ കംപ്ലീറ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ വാലിഡ് ആയിട്ടുള്ള പേഴ്സണൽ ഇമെയിൽ ഐഡിയും ഉണ്ടായിരിക്കണം. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യേണ്ടത്. തുടർന്ന് സ്റ്റെപ്പ് 2 കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപേക്ഷ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. ഇനി ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കൈവശം ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത കോപ്പി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അതിൽ ഫോട്ടോഗ്രാഫിൻ്റെ സൈസ് എന്ന് പറയുന്നത് 20 KB മുതൽ 40 KB വരെയുള്ള സൈസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു സൈസിലുള്ള ഫോട്ടോഗ്രാഫ് മാത്രമേ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. 20 KBക്കും 40 KBക്കും ഇടയിൽ സൈസുള്ള ഫോട്ടോഗ്രാഫ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതിൻ്റെ ഹൈറ്റ് 200 പിക്സൽസും അതുപോലെ തന്നെ വിഡ്ത്ത് 150 പിക്സൽസുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അടുത്ത സിഗ്നേച്ചർ ഫയലാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 KB മുതൽ 20 KB വരെയുള്ള സൈസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുവരെയുള്ള സൈസിലുള്ള സിഗ്നേച്ചറാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. 100 പിക്സൽസാണ് അതിൻ്റെ ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടത്. 150 പിക്സൽസ് വിഡ്ത്ത്. ഷുഡ് ബി ദ എക്സാക്ട് സൈസ്. ഡയമെൻഷൻ കറക്റ്റായിട്ട് തന്നെ ഈ ഒരു ഡയമെൻഷൻ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഫയൽ സൈസിലുള്ള നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ സ്കാൻ ചെയ്ത് കരുതി വയ്ക്കുക. നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ശ്രദ്ധിച്ച് വെക്കുക. ഇനി തൊട്ട് താഴെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് നൽകിയിട്ടുണ്ട്. അതായത് ഓൺലൈൻ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്ന തീയതി എന്ന് പറയുന്നത് 8/7/2021 നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ 8/7/2021 മുതൽ ജൂലൈ 8 മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോസസ്സുകൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കംപ്ലീറ്റ് ചെയ്യാം. ഓൺലൈൻ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നെ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 28/7/2021 ജൂലൈ 28 സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്യേണ്ട അവസാന തീയതി. പിന്നീട് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 9/8 ഓഗസ്റ്റ് 9 അവസാന തീയതിയായിട്ട് സ്റ്റെപ്പ് 2 കംപ്ലീറ്റ് ചെയ്യേണ്ട അവസാന തീയതിയായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വെബ്സൈറ്റ് വഴി 8/7/2021 തന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഒരുപാട് ദിവസങ്ങളിലേക്ക് വഴുകാൻ നിൽക്കരുത്. അപ്പോൾ എന്തായാലും 28/7/2021 മുന്നേ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് 1ഉം അതുപോലെ തന്നെ 9/8/2021 ഓഗസ്റ്റ് 9 മുന്നേ തന്നെ സ്റ്റെപ്പ് 2 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഓഫ്ലൈൻ ആയിട്ട് ഫീസ് അടയ്ക്കേണ്ട ഡീറ്റെയിൽസും തൊട്ട് നാളെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. പക്ഷേ ഓഫ്ലൈൻ ആയിട്ട് ഫീസ് അടയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഓൺലൈൻ വഴി തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡെബിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതായിരിക്കും കൂടുതൽ എളുപ്പമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഒരിക്കൽ കൂടി നിങ്ങൾ വായിച്ച് നോക്കുക. എന്നതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ജൂലൈ 8 മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്കിവിടെ സ്റ്റെപ്പ് 1ൻ്റെ ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ആദ്യം ചെയ്യുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റെപ്പ് 2 ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ
നൽകിക്കൊണ്ട് ഓൺലൈൻ അപേക്ഷ ഫൈനൽ സബ്മിഷൻ നൽകി ഫീ പേയ്മെൻറ്റ് നടത്തി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ജൂലൈ 8 ശേഷം മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ജൂലൈ 8 കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. ജൂലൈ 8 മുതൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അവസാന തീയതിക്ക് മുന്നേ തന്നെ ജൂലൈ 28 മുന്നേ തന്നെ നിങ്ങൾ എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. 55 ഒഴിവുകളാണുള്ളത്. ഡിഗ്രി കഴിഞ്ഞ എല്ലാ സുഹൃത്തുക്കളും തീർച്ചയായിട്ടും അപേക്ഷിക്കുക. PG കഴിഞ്ഞവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. എന്തായാലും ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ നമ്മളിപ്പോൾ പരിശോധിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്കും അതുപോലെ തന്നെ ഹൈക്കോർട്ട് ഓഫ് കേരളയുടെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പോർട്ടലിൻ്റെ ഒഫീഷ്യൽ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പരിശോധിച്ച് നോക്കാം. പിന്നീട് ജൂലൈ 8 നിങ്ങൾക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഓൺലൈൻ അപേക്ഷകളും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.